ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ജോൺ ദ ഫാമിലിയുടെ പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ യാത്രകളെല്ലാം കുറച്ച് ഗ്യാപ്പിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും നല്ല സ്ഥലങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കാറ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെന്നെത്തിയ ഒരു സ്ഥലമായിരുന്നു വരിക്കമുത്തൻ ഹിൽ ടോപ്പ്. സത്യം പറഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് അടുക്കുമ്പോൾ താഴ്വരയിൽ നിന്നും കൂടുതൽ മഞ്ഞുപാളികൾ കണ്ടിരുന്നെങ്കിലും മുകളിൽ ഇത്രയും വലിയൊരു സൗന്ദര്യം കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ പ്രദേശം മുഴുവനും മഞ്ഞാൽ മൂടപ്പെട്ട് കിടന്നിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലേക്കൊന്ന് നടക്കാമെന്ന് ജോക്കുട്ടൻ തീരുമാനിച്ചു. ചില സമയങ്ങളിൽ അടുത്ത് നിൽക്കുന്ന ആളുകളെപ്പോലും കാണാൻ കഴിയാത്ത മൂടൽ മഞ്ഞായിരുന്നു അവിടെ. കൂടുതൽ മുകളിലേക്ക് അടുക്കുന്തോറും മഞ്ഞിന്റെ വ്യാപ്തി കൂടിക്കൂടി വന്നു. വളരെ കുറച്ച് സന്ദർശകരെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അടിമാലി ടച്ച് ചെയ്യാതെ മൂന്നാറിലേക്കുള്ള യാത്രാമധ്യയാണ് തൊടുപുഴയിൽ നിന്നും ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞത്. ചുറ്റിനും പാറകളാൽ തിങ്ങിപ്പാർക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശം. രാവിലെ 6 മണിക്കും 8 മണിക്കും ഇടയിൽ മാത്രമാണ് ഈ പ്രദേശത്തെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് എന്നാണ് അറിഞ്ഞത്. ഓരോ പുൽനാമ്പിലും തങ്ങിപ്പാർത്ത് നിൽക്കുന്ന മഞ്ഞുതുള്ളികളെല്ലാം നമ്മുടെ ജോക്കുട്ടനും കൗതുകമായിരുന്നു. കൂടുതൽ മുകളിലേക്ക് കയറുന്തോറും ഞങ്ങൾ വന്നിരുന്ന വഴികളെല്ലാം മൂടപ്പെട്ടിരുന്നു. ലക്ഷ്യസ്ഥാനം മൂന്നാർ ആയതുകൊണ്ട് തന്നെ കുറച്ചധിക നേരം അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ മടങ്ങി. അപ്രതീക്ഷിതമായി എത്തിപ്പെട്ടതാണെങ്കിലും ഒരിക്കലും മറക്കാനാകാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പ്രദേശം നൽകിയത്. അവിടുത്തെ കുഞ്ഞു കാഴ്ചകളെല്ലാം കണ്ട് നേരെ മൂന്നാറിലേക്ക്. മൂന്നാറിലെ കാഴ്ചകൾ കാണാൻ ആദ്യം പോയത് വട്ടവടയിലേക്കായിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ വഴിയിലെല്ലാം ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റുകളുണ്ട് ചെറുവണ്ടികളിലായി. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്കെല്ലാം യാത്രയിൽ സുഭിക്ഷമായി തന്നെ ഭക്ഷണം കഴിക്കാം. നമ്മുടെ ജോക്കുട്ടനും ആദ്യമായാണ് സീസണിൽ മൂന്നാർ സന്ദർശിക്കുന്നത്. ഇത്രയും മഞ്ഞുള്ള മൂന്നാറിനെ ജോക്കുട്ടനും ആദ്യമായാണ് കാണുന്നത്. കൂടുതൽ മഞ്ഞാൽ മൂടപ്പെട്ട സ്ഥലത്ത് നിന്ന് പതിവ് ശൈലിയിൽ കുറച്ചധികം ഫോട്ടോസും എടുത്തു.
സ്ലോ മോഷൻ നടത്തവും ഫോട്ടോയും എല്ലാം എടുത്ത് അവിടെ നിന്ന് നേരെ വട്ടവടയിലേക്ക് യാത്ര. സാധാരണ പോലെ തന്നെ ഇക്കൊല്ലവും സീസണിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വട്ടവട യാത്ര ഞങ്ങളും കുറച്ചധികം ഒന്ന് സ്പീഡാക്കി. അന്നും ഇന്നും എന്നും വട്ടവട യാത്രയിൽ ഏറ്റവും സന്തോഷം തരുന്ന കാഴ്ചകളാണ് കൂറ്റൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം. ഈ യാത്രയിൽ ഏറ്റവും വലിയ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു: ജോക്കുട്ടനെയും കൊണ്ട് സ്ട്രോബെറി പാടങ്ങളെല്ലാം സന്ദർശിക്കണം. അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോഴേക്കും അമ്മിയെയും കൂട്ടി ജോക്കുട്ടൻ്റെ സ്ട്രോബെറി തേടിയുള്ള നടത്തമാണിത്. അങ്ങനെ സ്ട്രോബെറി ആദ്യമായി അടുത്ത് കാണുമ്പോൾ ജോക്കുട്ടനുണ്ടായിരുന്ന കൗതുകം പറഞ്ഞറിയിക്കാൻ കഴിയാത്തവയാണ്. പക്ഷേ അതെല്ലാം കൈക്കുള്ളിലാക്കണമെന്നായിരുന്നു ആശാൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മുടെ ജോക്കുട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ അമ്മിയും ജോക്കുട്ടനും ചേർന്ന് സ്ട്രോബെറി വിളവെടുപ്പ് തുടങ്ങി. ഈ ഒരു ചിരിയും ഈ ഒരു സന്തോഷത്തിനും വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്. അത് സാധിച്ചു. സ്ട്രോബെറിക്കൊപ്പം നല്ല വെളുത്തുള്ളിയും സൂര്യകാന്തിയും ക്യാരറ്റും എല്ലാം അവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ട്രോബെറി വിളവെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ ജോക്കുട്ടൻ്റെ അടുത്ത ലക്ഷ്യം ക്യാരറ്റ് വിളവെടുപ്പായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശിയും കൂട്ടി ക്യാരറ്റ് നട്ടിരുന്ന സ്ഥലത്തേക്ക് പോയി. ക്യാരറ്റ് എന്ന് കേട്ടപ്പോഴേ കയ്യിൽ കിട്ടിയതെല്ലാം പിഴുതെടുക്കണം എന്ന രീതിയിലായിരുന്നു ജോക്കുട്ടൻ്റെ പോക്ക്. അങ്ങനെ തന്നെ ആശാൻ ഒരറ്റത്ത് നിന്ന് എല്ലാ ക്യാരറ്റും പിഴുതു തുടങ്ങി. ഇനിയും കൂടുതൽ നേരം ജോക്കുട്ടനുമായി അവിടെ നിന്നാൽ ആ പാടം മുഴുവനായി വാങ്ങേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ പതുക്കെ അവിടെ നിന്നും സ്കൂട്ടായി. ഒരുപാട് നല്ല ഓർമ്മകളും കാഴ്ചകളും എല്ലാം സമ്മാനിച്ച നല്ലൊരു ദിവസമായിരുന്നു അന്ന്. തിരികെ മൂന്നാറിൽ നിന്നിറങ്ങുമ്പോഴും നല്ല മൂടൽമഞ്ഞാൽ ആ പ്രദേശം വളരെ ഭംഗിയായിരുന്നു കാണുന്നതിനായി. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളും പുതിയ യാത്രയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.